ഉദ്ഘാടന പ്രസംഗത്തിൽ നായനാർ മുഖ്യമന്ത്രി അമേരിക്കയിൽ ഒരാൾ ചായ കുടിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു. ഇതാണ് ഈ വാചകമാണ് അദ്ദേഹം പറഞ്ഞത്. ലീല മേനോൻ ഇതൊരു വലിയ വാർത്തയാക്കി. സെക്രട്ടേറിയറ്റിൽ കൂടെ ഒന്ന് കയറി ഇറങ്ങി നടന്നാൽ ഒരു വാർത്ത ഉറപ്പാണ്. അതറിയാവുന്നതുകൊണ്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം ആ വാതിൽ അടച്ചത്. പത്രക്കാരൊന്നും അങ്ങോട്ട് കയറണ്ട. അന്ന് ഈ എക്സ്ക്ലൂസീവ് വാർത്തയ്ക്ക് വേണ്ടിയുള്ള മത്സരമൊക്കെ കുറവാണ്. പാമലിൻ കേസിൽ അതിന് വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് ഫയൽ മേശപ്പുറത്ത് വെക്കുന്നു. അപ്പോൾ ഈ വെച്ച് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുന്നതിലേക്ക് ബാലകൃഷ്ണപിള്ള എൻ്റെ കഥ തുടരുകയാണ് സർ. അപ്പോൾ അതിൽ എയർപോർട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു, എന്നിട്ട് എന്താ സംഭവിച്ചേ? അപ്പോൾ നേരെ എയർപോർട്ടിലേക്ക് ഞാൻ ചെല്ലുകയാണ്. എനിക്ക് മദാമയെ കാണാൻ പറ്റുമോ എന്നുള്ള ഉറപ്പൊന്നുമില്ല, പക്ഷെ ഒന്ന് ശ്രമിച്ച് നോക്കാമെന്ന് കരുതി എയർപോർട്ടിൽ പോവുകയാണ്. അന്ന് ഈ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇല്ല, ഡൊമസ്റ്റിക് എയർപോർട്ടേ ഉള്ളൂ. അപ്പം ഞാൻ അവിടെ എത്തുന്ന സമയത്ത് അന്ന് ഈ എയർപോർട്ടിൽ ഇന്നത്തെ പോലുള്ള നിയന്ത്രണങ്ങളില്ല. നേരെ ഈ പിന്നെ യാത്രക്കാർ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ ചെന്ന് അവരോട് സംസാരിക്കാം. ഞാനവിടെ ചെന്നു. ഈ അധികം തിരക്കൊന്നുമില്ല. അപ്പം ഏതെങ്കിലും മദാമയെ കാണുന്നുണ്ടോ എന്ന് ആദ്യം നോക്കിയത്. അപ്പോൾ നോക്കിയപ്പോൾ ഒരു സീറ്റിലൊരു മദാമ ഇരിപ്പുണ്ട്. ഞാൻ അവരുടെ അടുത്ത് ചെന്നിട്ട് അവരോട് ചോദിച്ചു, താങ്കളുടെ പേര് ഇന്നതാണോ? പേര് ഞാനിപ്പോൾ മറന്നുപോയി, ഇന്നതാണോ എന്ന് ചോദിച്ചു. ആണ് അവർ അതേന്ന് പറഞ്ഞു. അവരെന്നെ ഇങ്ങനെ ഭയങ്കര സർപ്രൈസ് ആയിട്ട് നോക്കുക. അവരുടെ മുഖത്തൊരു ഭയമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ ആം എ ജേർണലിസ്റ്റ്. വാട്ട് യു വാണ്ട് ടു നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, യു ഹാഡ് എ വെരി ബിറ്റർ എക്സ്പീരിയൻസ് യെസ്റ്റർഡേ. യെസ് ഐ ഹാഡ് ആൻഡ് ഐ ഹാവ് കംപ്ലൈൻഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ വാണ്ട് ടു നോ അബൌട്ട് ഇറ്റ്. ഐ എം എ ജേർണലിസ്റ്റ്. ഐ വാണ്ട് ടു ടെൽ ഇറ്റ് ടു ദ പീപ്പിൾ. ഐ വാണ്ട് ടു എക്സ്പോസ് ദിസ്. ദിസ് എ ബാഡ് തിങ്. ഐ എം സോറി ദാറ്റ് യു ഹാഡ് സച്ച് എ ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് അവരോട് ചോദിച്ചു. അപ്പോൾ സംഭവം എന്നാന്ന് വെച്ചാൽ ഇവർ കോവളത്തെക്കുറിച്ചൊക്കെ കേട്ട്, കേരളത്തെക്കുറിച്ച് കേട്ട്, കോവളത്തെക്കുറിച്ച് കേട്ട്, കേരള മനോഹരമായ ഒരു സ്ഥലം, ദൈവത്തിന് സ്വന്തം നാടെന്നൊക്കെ പേര് വന്നത് പിന്നെയാണ് കേട്ടോ, വന്നില്ല. അപ്പോൾ ഈ ഇവിടുത്തെ ഒരു സായാഹ്ന ന്യൂ ഇയർ ഈവ് ആഘോഷിക്കാൻ വേണ്ടി അവർ വന്ന അവിടെ അവരുടെ ഒരു കൂട്ടുകാരിയും വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് അന്ന് തന്നെ. അവർ വേറെ എവിടെയോ യാത്ര ചെയ്ത് എത്തുമെന്നാണ് പറഞ്ഞത്. ഇവർ വൈകുന്നേരം ആയപ്പം ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് അവർ വന്ന സമുദ്ര ബീച്ചിൽ ഇറങ്ങിയതാണ്. അപ്പോൾ അവർ ഒറ്റയ്ക്ക് അവിടെ ദൂരെ നടക്കുന്നു. അവിടെ പോയി അവർ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. അവരിങ്ങനെ ബീച്ചിൽ കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് ചെറുപ്പക്കാർ അവിടെ നിന്നവർ ഇവരുടെ അടുത്ത് നിന്ന് ഇവരോട് സംസാരിച്ച് കൂടിയിട്ട് ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഇവർ ആദ്യം ഭയങ്കര ഷൗട്ട് ചെയ്തു. അപ്പോൾ അവിടെ കേൾക്കാനൊന്നും ബഹളമൊന്നും കേൾക്കാൻ ആരും ഇല്ല. അവിടെ ഒന്നും ഷൗട്ട് ചെയ്തു. അതിനുശേഷം ഇവർ അവിടെ നിന്നും മാറാൻ ശ്രമിച്ചു. മാറിയിട്ട് ഇവർ പുറകെ ചെല്ലുന്നു. പുറകെ ചെന്ന് ഇവരും രക്ഷപ്പെടാൻ വേണ്ടി സ്ത്രീ കടലിൽ ചാടി. കടലിൽ ചാടിയിട്ട് ഇവർക്ക് നീന്തറിയായിരുന്നുകൊണ്ട് ഇവരും രക്ഷപ്പെട്ടു. കടലിൽ ചാടിയോട് ഇവർ ഓടിക്കളഞ്ഞു. അപ്പോൾ ഈ കടലിൽ നിന്ന് അവർ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അവർ നേരെ പിന്നെ ഹോട്ടലിൽ പോയിട്ട് ഹോട്ടലിൽ അവരോട് വിവരങ്ങൾ പറയുന്നു. ഇന്നായിരുന്നെങ്കിൽ അതൊക്കെ വലിയ സംഭവമാണ്. അപ്പം തന്നെ അത് മീഡിയയുടെ മുന്നിലെത്തുന്നു. അപ്പം തന്നെ പോലീസ് വന്ന് കേസെടുക്കുന്നു. അതെ, നിറയുമായിരുന്നു. പക്ഷെ അന്ന് അങ്ങനെ ഒരു സാഹചര്യമായിരുന്നില്ല. അപ്പം ഈ സ്ത്രീ ഇത് പറഞ്ഞപ്പം ആ ഹോട്ടലുകാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നിങ്ങളിപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യുക, നാളെ രാവിലെ നിങ്ങൾക്ക് പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എനിക്കിപ്പോൾ തന്നെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അല്ല, ഇപ്പോൾ പോകാൻ പറ്റത്തില്ല, ഇപ്പോൾ ഈ രാത്രി ഒന്നും ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ആരും കാണത്തില്ല, യു ഗോ ടുമോറോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ചോദിക്കുന്നു, അപ്പോൾ അവർ രക്ഷപ്പെടത്തില്ലേ? അപ്പോൾ ഇവർ പറയുന്നു, അവർ രക്ഷപ്പെടത്തില്ല, പോലീസ് പിടിച്ചോളൂ എന്നൊക്കെ അവർ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇവർക്ക് ഭയങ്കര ദേഷ്യമാണ്. ഇവരോട് ഇങ്ങനെ മോശമായി പെരുമാറിയതിൻ്റെ ഒരു ഭയങ്കര അമർഷത്തിലാണ് ഇവർ സംസാരിക്കുന്നത്. എന്നാൽ പിന്നീട് ഞാൻ ആ റിസപ്ഷനിസ്റ്റോട് സംസാരിച്ചപ്പോൾ അവരോട് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു, ഞങ്ങൾ അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞത്. കാരണം രാത്രി പോയി ഈ മൊഴി കൊടുക്കാൻ ഞങ്ങൾക്ക് ഇവിടെ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു വണ്ടി പോലും ഇല്ല. കുറച്ച് ദൂരമാണ് പോലീസ് സ്റ്റേഷൻ. അതുകൊണ്ട് രാവിലെ പോയാൽ മതി. ഞങ്ങൾ തന്നെയാണ് അവരെ വണ്ടി കൊടുത്ത് അയച്ചതും അവർ പോയി പരാതി കൊടുത്തതൊക്കെ ഞങ്ങൾ തന്നെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടതെന്നൊക്കെ പിന്നെ അവരെന്നോട് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ സ്ത്രീ എന്നോട് പറയുകയാണ്, അപ്പം രാത്രി അത് കഴിഞ്ഞ് ഞങ്ങൾ അന്നത്തെ രാത്രി ഞാൻ ഉറങ്ങിയില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ട് ഞാൻ വാസ്തവത്തിൽ 3-4 ദിവസം ഇവിടെ താമസിച്ചിട്ട് പോകാൻ വേണ്ടി വന്ന ആളാണ്. പക്ഷേ ഈ അനുഭവം കാരണം ഞാൻ ഇവിടുന്ന് ഇപ്പോഴേ പോവുകയാണ്, ഞാൻ സ്ഥലം വിടുകയാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് ശരിയാക്കി ഞാൻ പോകാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ പറഞ്ഞതെല്ലാം ഞാൻ ഈ ഇതിൽ റെക്കോർഡ് ചെയ്തു. അവരോട് പറഞ്ഞിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തത് എൻ്റെ കയ്യിലിരിപ്പുണ്ടായിരുന്നു. ഇതെനിക്കൊരു വലിയ ഗുണമായി. അപ്പം ഞാൻ ഇത് സംഭവം കൂടെ ചേർത്താണ് വാർത്ത കൊടുത്താൽ പറ്റുമോ? കാരണം 3-ാം ദിവസമാണല്ലോ വാർത്ത കൊടുക്കുന്നത്. അപ്പോൾ ഈ തലേദിവസത്തെ ഹൗവ ബീച്ചിൽ നടന്ന സംഭവവും അതിൻ്റെ ഫോട്ടോവും ഈ സമുദ്ര ബീച്ചിൽ നടന്ന സംഭവത്തിന്റെ കഥയും കൂടെ ചേർത്തിട്ടാണ് ഈ വാർത്ത കൊടുക്കുന്നത്. ഈ രണ്ട് സംഭവങ്ങളാണ് ഈ വാർത്തയ്ക്ക് ഏറ്റവും കാരണം മന്ത്രിക്ക് അങ്ങനെ അർദ്ധരാത്രിയിൽ ഒരു റിപ്പോർട്ടർ പോയി കോവളത്ത് പോയി ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുള്ള പുള്ളിക്ക് വിശ്വാസമില്ല.
അന്നൊക്കെ റിപ്പോർട്ടർമാരൊക്കെ വല്ലതും 2 സ്മോൾ അടിച്ചിട്ട് വീട്ടിൽ കിടന്നുറങ്ങും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആഘോഷിക്കുന്ന മതി. കോവളത്ത് പോയി ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറും മെനക്കെടുവന്നാലും ഒരു പക്ഷേ മന്ത്രിയും കരുതി കാണത്തില്ല. പി ശ്രീനിവാസൻ നല്ല മന്ത്രിയായിരുന്നു കേട്ടോ, എന്നോട് വലിയ സ്നേഹവും അതിനുശേഷമൊക്കെ ഞങ്ങൾ എല്ലാം ബന്ധമായിരുന്നു. പക്ഷേ അന്ന് പുള്ളിക്ക് ഇത് നിഷേധിക്കേണ്ടി വന്നത് ആ സാഹചര്യം കൊണ്ടാണ്. അപ്പോൾ എന്തായാലും ബാബുപ്പോളിൻ്റെ അടുത്ത് ഞാൻ ഈ ടേപ്പ് റെക്കോർഡർ കൊണ്ട് വെച്ച് കൊടുത്തു. പുള്ളി അത് കേട്ടു ഇൻ്റർവ്യൂ. എന്നിട്ട് ഞാൻ ആ സ്ത്രീയുടെ നമ്പർ മേടിച്ചിരുന്നു. ഞാൻ പറഞ്ഞു സ്ത്രീയുടെ നമ്പരും എൻ്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ സാറിന് വിളിക്കാമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ദിസ് ടെൽസ് എവറിതിങ് എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി പോയി ഈ കോവളം പോലീസ് സ്റ്റേഷനിലെ പോലീസ് സ്റ്റേഷനിലെ SIയെ വരുത്തി അവരുടെ മൊഴിയെടുത്തു. പിന്നെ ഈ സംഭവം നടന്ന സ്ഥലത്ത് പോയി ഡീറ്റെയിൽഡായിട്ട് എല്ലാവരും കൂടി എടുത്തിട്ട് ഈ മനോരമയുടെ റിപ്പോർട്ട് കറക്റ്റാണെന്ന് പറഞ്ഞ് പുള്ളി ഒരു റിപ്പോർട്ട് കൊടുത്തു, സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു. 100% ശരിയാണ് റിപ്പോർട്ട്, ഇതിനകത്ത് യാതൊരു അസത്യവും ഇല്ല, 2 സംഭവം ശരിയാണെന്ന് റിപ്പോർട്ട് കൊടുത്തു. അക്കാലത്താണ് ആദ്യമായിട്ട് പിന്നെ ബീച്ചുകളിൽ ബീച്ച് പോലീസിനെ നിയമിക്കുന്നത്. ഇന്ന് ബീച്ച് പോലീസിൽ ഇന്ന് വേറെ പേരിൽ ഒരു ഇതാണ്. അന്ന് ബീച്ച് പോലീസ് എന്നും പറഞ്ഞത്, അതായത് ബീച്ചുകളിൽ പിന്നെ ടൂറിസ്റ്റുകളുടെ പ്രത്യേകിച്ച് വിദേശികളുടെ സുരക്ഷയ്ക്കായിട്ട് പോലീസിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ റിപ്പോർട്ട് കൊടുക്കുകയും പ്രധാനപ്പെട്ട ബീച്ചുകളിലൊക്കെ അക്കാലത്ത് തന്നെ ബീച്ച് പോലീസിനെ ഏർപ്പെടുത്തുകയും ചെയ്തു. സാറിന്റെ ആദ്യ ഇമ്പാക്റ്റ് ആയിരുന്നു ഇത്, ഒരു വാർത്തയുടെ ആദ്യ ഇമ്പാക്റ്റ്, അതിന്റെ ആദ്യ ഇമ്പാക്റ്റ് ആ റിപ്പോർട്ട് കൊടുത്ത റിപ്പോർട്ടിന്മേൽ സർക്കാരിന് നടപടി സ്വീകരിച്ചു. മനസ്സിലായി. അപ്പം ശ്രീനിവാസൻ മന്ത്രി അന്ന് അതിനെ തള്ളി പറഞ്ഞെങ്കിലും പുള്ളി എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞു, എന്നാലും തന്നെ ഞാൻ സമ്മതിച്ചിരിക്കും, താൻ ആ രാത്രി പോയി റിപ്പോർട്ട് ചെയ്തല്ലോ, ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോൾ ഈ റിപ്പോർട്ട് ഇതിനൊരു തുടർച്ചയും കൂടെ ഉണ്ട്. ഈ സംഭവം വന്നു കഴിഞ്ഞ് ഏകദേശം 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഈ പാതിരാമണലിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നത്. പാതിരാമണൽ എന്ന് പറയുന്നത് ആലപ്പുഴയ്ക്ക് അടുത്തായിട്ടുള്ള ഒരു ഐലൻഡാണ്, അറിയാമല്ലോ. അപ്പോൾ ആ ഐലൻഡിൽ പിന്നെ വേറെ സ്ഥാപനങ്ങളൊന്നുമില്ല. പിന്നെ ഒരു വനമാണത്, ചെറിയൊരു വനമാണ്, പക്ഷെ കുറച്ച് ഏരിയ ഉണ്ടത്, വളരെ ടൂറിസ്റ്റുകൾ പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ട് അവിടെ സർക്കാരിൻ്റെ എന്തോ ഹോട്ടലൊക്കെ പണിയുക, അങ്ങനെ പരിപാടിയൊക്കെ വെച്ചിട്ട് അന്ന് നായനാർ മുഖ്യമന്ത്രി അവിടെ പോയി അത് ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ഒരു വളരെ പ്രസിദ്ധമായ ഒരു പ്രസ്താവന നടത്തി. മനോരമ എഴുതിയിരിക്കുന്നു കോവളത്ത് ബലാത്സംഗം നടന്നു, ബലാത്സംഗ ശ്രമം നടന്നു എന്നൊക്കെ പറഞ്ഞ്. ഇതുകൊണ്ട് വലിയ സംഭവമാണോ? ഇതൊക്കെ മുതലാളിത്തത്തിൻ്റെ ഭാഗമാണ്, ഈ ബലാത്സംഗ ശ്രമവും ഒക്കെ. നിങ്ങൾക്കറിയാമോ, അമേരിക്കയിലെ ബലാത്സംഗം നിത്യസംഭവമാണ്. അമേരിക്കയിൽ ഒരാൾ ചായ കുടിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു, ചായ കുടിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു, ചായ കുടിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു. ഇതാണ് ഈ വാചകമാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊരു അദ്ദേഹത്തിന് സ്വസിദ്ധമായ തമാശ ശൈലിയിൽ അദ്ദേഹമാണ് പറഞ്ഞത്. അന്ന് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ലീല മേനോൻ എന്ന് പറയുന്ന പ്രശസ്തയായ ജേർണലിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. ഞാനൊന്നും അവിടെ പോയിരുന്നില്ല, കാരണം ആലപ്പുഴയായിരുന്നു. ലീല മേനോൻ ഇതൊരു വലിയ വാർത്തയാക്കി. കാരണം സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, നമ്പർ 1. നമ്പർ 2, ഒരു ബലാത്സംഗത്തെ ഇത്ര നിസ്സാരമായിട്ട് ഒരു മുഖ്യമന്ത്രി കണ്ടു എന്ന് പറഞ്ഞ് ഭയങ്കര ക്രിട്ടിക്കലായിട്ട്, ഭയങ്കര ഇതായിട്ട് 1-ാം പേജിൽ ഇന്നായിരുന്നുണ്ടെങ്കിൽ കളി മാറിയേനെ. അന്നത് അത്രത്തോളം വലിയൊരു സ്ത്രീവിരുദ്ധ ഇതായിട്ട് എടുക്കാൻ വലിയ വാർത്തയായി, വലിയ ചർച്ചയായി. അപ്പൊ ഈ വാർത്തയും കൂടെ വന്നതോടുകൂടി എൻ്റെ വാർത്തയ്ക്ക് ഒന്നുകൂടെ പ്രൊനൗൺസ് ആയി. അന്ന് പിന്നെ രസകരമായ ഒരു സംഭവം, ഇതിനെനിക്കൊരു അവാർഡ് കിട്ടി. ഈ കോവളത്തെ സംഭവത്തിന് അവാർഡ് കിട്ടിയത് ടൂറിസം മേഖലയിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളെ പുറത്തു കൊണ്ടുവന്ന് ടൂറിസം മേഖലയെ നന്നാക്കാൻ ശ്രമിച്ചു എന്നുള്ളതിനുള്ള അവാർഡാണ്. കാരണം അപ്പോഴേക്ക് ഈ ബാബുപ്പോളിൻ്റെ റിപ്പോർട്ടൊക്കെ വന്നു കഴിഞ്ഞിരുന്നു. ടൂറിസം ഏജൻസിൻ്റെ ഒരു സംഘടനയുടെയാണ് അവാർഡ് കിട്ടിയത്. ഈ അവാർഡെന്ന് പറയുന്നത് സിംഗപ്പൂരിൽ പോയി ഒരാഴ്ച ഹോട്ടലിൽ താമസിക്കാനുള്ളൊരു അവാർഡാണ്. ടിക്കറ്റ്, ഹോട്ടലിലെ താമസം, ഇത് രണ്ടും കൂടെ ആയിരുന്നു അവാർഡ്. ഇന്റർനാഷണലാണ്. അപ്പം ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് സിംഗപ്പൂരിൽ പോയി താമസിച്ചു. അപ്പോൾ സിംഗപ്പൂരിൽ പോകാൻ നേരത്തെ എനിക്ക് പെട്ടെന്നൊരു ആശയം തോന്നി. അക്കാലത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നോവലിസ്റ്റായിരുന്നു വിലാസിനി MK മേനോൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. അദ്ദേഹം ഒരു തൂലികാനാമമായിട്ട് വിലാസിനി തിരഞ്ഞെടുത്തതാണ്. ഈ വിലാസിനി എന്ന് പറയുന്ന നോവലിസ്റ്റിൻ്റെ നോവലുകളെല്ലാം എഴുതപ്പെട്ടത് സിംഗപ്പൂർ, മലേഷ്യ പശ്ചാത്തലമാക്കിയ. നിറമുള്ള നിഴലുകൾ, ഊഞ്ഞാല്, ഇങ്ങനെ കുറേ ചുണ്ടലി, ഇങ്ങനെ കുറേ നോവലുകളുണ്ട്. വളരെ മനഃശാസ്ത്രപരമായ നോവലുകളാണ് പലതും. ഫിലോസഫി ഉണ്ട് അതിനകത്ത്, ഇന്ത്യൻ ഫിലോസഫിയുടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എഴുതപ്പെട്ട നോവലുകളാണ്. ഈ നോവലുകളുടെ പശ്ചാത്തലമൊക്കെ സിംഗപ്പൂരും മലേഷ്യ. അപ്പം ഞാൻ ഇതും കൂടെ മനസ്സിൽ വിചാരിച്ചു, ഏതായാലും അവിടെ പോകാൻ അവസരം കിട്ടിയാണ്. അപ്പം ഈ നോവലുകളിലെ കഥാപാത്രങ്ങൾ ജീവിച്ച സ്ഥലങ്ങളിൽ പോവുക, ഈ കഥാപാത്രങ്ങൾ ജീവിച്ച സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട കഥാപാത്രങ്ങളെക്കുറിച്ച് ഒരു
ഒരു സാധനം എഴുതുക എന്നുള്ള ഒരു ആശയം എൻ്റെ മനസ്സിൽ വന്നു. ഇത് 91-ലാണെന്ന് ആലോചിക്കണം. അപ്പം ഞാൻ അന്ന് ഇത് പിന്നെ ഇതിനെക്കുറിച്ച് കുറേ പ്രിപ്പയർ ചെയ്തു. മേനോൻ തൃശ്ശൂർ വന്നു. അദ്ദേഹം റിട്ടയർ ചെയ്ത് തൃശ്ശൂർ വന്ന് താമസിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പോയി തൃശ്ശൂർ പോയി അദ്ദേഹത്തെ പോയി കാണുന്നു. അദ്ദേഹം എനിക്ക് അവിടെയുള്ള 1-2 നമ്പറുകളൊക്കെ തന്നു. പുള്ളിയുടെ സുഹൃത്തുക്കളുടെ അവിടെ പോയി താമസിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പറുകൾ തരുന്നു. അപ്പം ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ വായിച്ച് അതിൻ്റെ വിവരങ്ങളൊക്കെ എടുക്കുന്നു, പേരുകളൊക്കെ നോട്ട് ചെയ്യുന്നു. അപ്പം ഈ നോവൽ യഥാർത്ഥ പേരുകളാണ് നോവൽ എഴുതിയിരിക്കുന്നത്. ആ പേരുകളെല്ലാം നോട്ട് ചെയ്ത് അതിൽ ഏതൊക്കെ സ്ഥലങ്ങൾ നമുക്ക് പോകാൻ പറ്റുമെന്ന് നോക്കുന്നു. അപ്പോൾ സിംഗപ്പൂരുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ പോയി. അത് കഴിഞ്ഞ് മലേഷ്യയിലേക്ക് പോവുകയാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ അധികം പിന്നെ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിലാണ് യാത്ര ചെയ്തത്. അപ്പോൾ ഈ കഥാപാത്രം ഈ നോവലിൽ കഥാപാത്രം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അതിനകത്ത് ഒരിടത്ത് ഭാഗ്യക്കുറി ടിക്കറ്റ് വിൽക്കുന്ന ഒരു രംഗം പറയുന്നുണ്ട്. ഞാൻ യാത്ര ചെയ്യുമ്പോഴും ഒരാൾ ഭാഗ്യക്കുറി ടിക്കറ്റ് വിൽക്കാൻ വേണ്ടി വരുന്നു. ഇതൊക്കെ ഞാൻ ഓർത്തിട്ട് ഇന്ന കഥാപാത്രം യാത്ര ചെയ്യുമ്പോൾ ഭാഗ്യക്കുറി ടിക്കറ്റ് വായിക്കാൻ വന്നതൊക്കെ അതിനകത്ത് അതുകൊണ്ട് അതേപോലെ ട്രെയിനിൽ വന്ന് ടിക്കറ്റ് വിൽക്കുന്നു. അപ്പം നോവൽ എഴുതിയിട്ട് 10-30 വർഷമായിട്ടുള്ളൂ. 20 വർഷത്തിന് ബാക്കി ഇതേ ഉള്ളൂ. അപ്പം വലിയ മാറ്റമൊന്നും അന്ന് സിംഗപ്പൂരിനും മലേഷ്യയ്ക്കും വന്നിട്ടില്ല. അപ്പം ഞാൻ എന്നിട്ട് സിംഗപ്പൂരിൽ പോകുന്നു. അന്ന് വേൾഡ് മലയാളി കൗൺസിൽ ഇല്ല, കുലാലംപൂർ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്ന ഒരു PT ചാക്കോ, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാൻ ആദ്യം പോകുന്നത്. അദ്ദേഹത്തിൻ്റെ നമ്പരൊക്കെ ഞാൻ സംഘടിപ്പിച്ചു. പുള്ളിയുടെ വീട്ടിൽ ചെന്നു. പുള്ളിയുടെ വീട്ടിൽ 2 ദിവസം താമസിച്ചു. പുള്ളിക്ക് സാഹിത്യമായിട്ട് ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളി അവിടെയുള്ള ഒരു ജേർണലിസ്റ്റിനെ, മലയാളി ജേർണലിസ്റ്റിനെ എനിക്ക് പരിചയപ്പെടുത്തി. അദ്ദേഹമാണ് എന്നെ കൊണ്ടുപോകുന്ന ഈ കഥാപാത്രങ്ങൾ ജീവിച്ച സ്ഥലങ്ങളിലേക്ക് എല്ലാം കാണിച്ചു തന്നു. അവിടെ എല്ലാം പോയി ആ കുലാലംപൂരിലെ ഇതൊക്കെ കവർ ചെയ്തു. അതിനുശേഷം ഞാൻ വേറെ അതിനകത്ത് ഒരു നോവൽ നിറമുള്ള നിലയിലുള്ള പശ്ചാത്തലത്തിൽ ഒരു എന്താ പറയുന്നത് ഈ പിന്നെ ഇത് ഓയിൽ പാം ഉണ്ടല്ലോ, എണ്ണപ്പനത്തോട്ടങ്ങളിലാണ് കഥ നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് ബംഗ്ലാവ്, അതിലെ ജീവിതം ഒക്കെ ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി എണ്ണപ്പനത്തോട്ടത്തിലെ ഒരു ബംഗ്ലാവ്. അപ്പോൾ അവിടെ ഒരു മലയാളി മാനേജറായിട്ടിരിക്കുന്ന എണ്ണപ്പനത്തോട്ടം, അവിടേക്ക് എനിക്കൊരു അവസരം കിട്ടി. അവിടെ പോയി താമസിക്കുന്നു. അദ്ദേഹത്തെ ആ ബംഗ്ലാവിൽ താമസിച്ചുകൊണ്ട് നോവലിനകത്ത് പറയുന്ന ബംഗ്ലാവിൻ്റെ ചിത്രമൊക്കെ മനസ്സിൽ എടുക്കുന്നു. അവിടെ യാത്ര ചെയ്യുന്നു. അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകളെ കണ്ടുകൊണ്ട് തമിഴ് സ്ത്രീകളുണ്ട്, മലയാളികളുണ്ട്. അധികം തമിഴരാണെന്ന്, മലയാളികൾ അധികം കുറവാണ്. അപ്പം ഞാനപ്പോൾ ആ സിനിമയ്ക്കകത്ത് നോവലിനകത്ത് പറയുന്ന കഥാപാത്രങ്ങളുടെ പേരുകൾ ഓർത്തുകൊണ്ട് അവരുടെ അനന്ത തലമുറയായിരിക്കും നിൽക്കുന്നതൊക്കെ ചിന്തിക്കുന്നു. അങ്ങനെയൊക്കെ ഞാൻ ഈ പറയുന്ന ഏറെക്കുറെ പല സ്ഥലങ്ങളിലും പോയി ഈ ലൊക്കാൽ വിദേശത്ത് ഈ നോവൽ എഴുതപ്പെട്ടതിൻ്റെ ലൊക്കാലിലൊക്കെ ഞാൻ പോയിട്ട് അതെല്ലാം പശ്ചാത്തലത്തിൽ ഞാൻ ഒരു പരമ്പര മനോരമയിൽ എഴുതുന്നു. അതും മനോരമയുടെ ഞായറാഴ്ചയിലാണ് വരുന്നത്. ആ പരമ്പരയും വളരെ ശ്രദ്ധിക്കപ്പെട്ടു. കാരണം എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് കേരളത്തിന് പുറത്ത് എഴുതപ്പെട്ട ഏതെങ്കിലും ഒരു സാഹിത്യകൃതിയെക്കുറിച്ച് അല്ലെങ്കിൽ കൃതികളെ കുറിച്ച് ഒരു എഴുത്തുകാരൻ പുറത്തു പോയി അതിനെക്കുറിച്ച് ആ ലൊക്കാലിൽ പോയി എഴുതുന്നത്. MD വാസുദേവൻ നായർ ജീവിച്ച കൂടല്ലൂരോ അല്ലെങ്കിൽ അപൂർവം അങ്ങനെയുള്ള ചില കഥാപാത്രങ്ങൾ, അതിനുശേഷമാണ് ഈ OV വിജയൻ്റെ ഖസാക്കിലേക്കൊക്കെ ആളുകൾ പോയത്. അപ്പം ഈ ഒരു സംഭവം ആദ്യമായിട്ട് എഴുതിയത് എനിക്ക് തോന്നുന്നു ഞാനാണ്. അതുകൊണ്ടത് ആ കാലത്ത് വളരെ ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷെ എനിക്കത് പുസ്തകമാക്കാൻ പറ്റിയില്ല. ഇന്ന് എനിക്കത് സങ്കടമുണ്ട്. ഈ പറയുന്ന ഒന്നും പുസ്തകമായി മാറിയില്ല എന്നുള്ളതിൽ ഒരു സങ്കടമുണ്ട്. ഇത് ഇല്ല, 5 അധ്യായമായിട്ടാണ് വന്നത്. 5 തുടർച്ചയായ 5 ഞായറാഴ്ചകളിലായിട്ടാണ് വന്നത്. അപ്പോൾ എന്നോട് അന്ന് അവർക്ക് TN ജയേന്ദ്രൻ എന്ന് പറയുന്ന പ്രശസ്തനായ നിരൂപകൻ, അദ്ദേഹം അന്ന് ഇവിടെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണല്ലോ, അന്ന് ഇവിടെ ഗവൺമെൻറ് സെക്രട്ടറി ആയിരുന്നു. അപ്പം ഞാനും അദ്ദേഹം വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, ജോൺ ഇതൊരു പുസ്തകമാക്കുക. അപ്പം ഞാൻ പറഞ്ഞത് 5 അധ്യായമേ ഉള്ളൂ, ഒരു പുസ്തകത്തിനുള്ള വലിപ്പമില്ല. ഞാൻ വിലാസിനെ കുറിച്ച് നല്ലൊരു ആമുഖം എഴുതിത്തരാം, ജോൺ വേറെയും പലരെക്കുറിച്ച് എഴുതിക്കുക, അങ്ങനെ അതെല്ലാം കൂടി ചേർത്തിട്ടൊരു പുസ്തകമാക്കുക, നല്ലൊരു പുസ്തകമായിരിക്കും, ജോൺ ഇത്രയും കഷ്ടപ്പെട്ട് പോയി എഴുതിയതല്ലേ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഞാനിന്നും വളരെയേറെ സങ്കടപ്പെടുന്നുണ്ട് അന്ന് ചെയ്യാൻ കഴിയാഞ്ഞതിൽ. കാരണം അക്കാലത്ത് വളരെ ശ്രദ്ധിക്കപ്പെട്ടേനെ. ഇന്നും അങ്ങനെ ഒരു പുസ്തകം കേരളത്തിന് പുറത്ത് അല്ല ഇന്ത്യക്ക് പുറത്ത് എഴുതപ്പെട്ട മലയാളം അങ്ങനെ ഒരു സാധനം ചരിത്രമായി ഇന്നും എഴുതിയിട്ടുണ്ടോ എന്ന് ഈ സംശയമാണ്. കാരണം അങ്ങനെ കൃതികളും കുറവാണ്. ഈ വിലാസിനെയാണ് ഇന്നും അങ്ങനെ ഒരു പുറത്ത് ജീവിച്ചുകൊണ്ട് മലയാളികളുടെ ജീവിതം പകർത്തിയ. അപ്പോൾ 2ാം ലോകമഹായുദ്ധത്തിൻ്റെ ദുരന്തങ്ങൾ പേര് നിൽക്കുന്ന ഒരു മലേഷ്യയുടെ കഥയാണ് പുള്ളി എന്ന് പറയുന്നത്. അതിൻ്റെ പിന്നെ ഇന്ത്യയുടെ കുടിയേറ്റം, മലേഷ്യയിലേക്കുള്ള കുടിയേറ്റം, അങ്ങനെയുള്ള കഥകളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള പിന്നെ ഒരു പരമ്പരയായിരുന്നു അത്. അതെൻ്റെ അപ്പം അതിനുശേഷം അതിൻ്റെ കൂടെ പറയേണ്ട വേറെ സംഗതിയും കൂടെയുണ്ട്. 1991 ഞാനിത് പോകുമ്പം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ പേര് ഷീല എന്നാണ്. ഷീല എന്നോട് പറഞ്ഞു,
ഏതായാലും മലേഷ്യക്ക് പോകുന്നുണ്ടല്ലോ. മലേഷ്യയിൽ ആണല്ലോ അപ്പച്ചൻ മരിച്ചത് മലേഷ്യ വെച്ചാണ്. അപ്പം അതെനിക്കറിയാം. മരണത്തിന് ശേഷമാണ് ഞാൻ കല്യാണം കഴിയുന്നതെങ്കിലും ഫാദറിനെ മരിച്ചത് മലേഷ്യ വെച്ചാണെന്ന് എനിക്കറിയാം. അപ്പം എന്നോട് പറഞ്ഞു അത് കുലാലംപൂരിനടുത്താണ്, ക്ലാങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അവിടെയാണ് അപ്പച്ചനെ അടക്കിയിരിക്കുന്നത്. ആ കല്ലറ ഒന്ന് പോകണം, അവിടെ മെഴുകുതിരി കത്തിക്കണം, അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നു. ഞാൻ ഈ പിരി ചാക്കോയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ക്ലാങ്ങിൽ പോകും. അന്നത്തെ അവാർഡ് വാങ്ങാൻ പോയ ആ അവാർഡ് വാങ്ങാൻ പോയ യാത്ര തന്നെയാണ്. അതേ യാത്ര സംഭവിക്കുന്ന കാര്യമാണ്. ഞാൻ ക്ലാങ്ങിൽ പോകുന്നു. അവിടെ ചെന്ന് അവിടെ 2-3 വലിയ കല്ലറകളുണ്ട്. ഏത് കല്ലറയാണെന്ന് ശരിക്കറിയത്തില്ല. ഈ കല്ലറകളെല്ലാം കയറി ഇറങ്ങി നടന്നു. പലതും കാട് പിടിച്ച് കിടക്കുകയാണ്. എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് മുതൽ വൈകുന്നേരം വരെ തപ്പിയാണെന്ന്. ഞാൻ ഈ പരമ്പരയ്ക്കകത്ത് ചെറുതായിട്ട് പരാമർശിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഭാര്യയെക്കുറിച്ച് എഴുതാനുള്ളതല്ലല്ലോ പരമ്പര. അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇങ്ങനെ കല്ലറ തേടി നടന്നതിനെക്കുറിച്ച് 2 വാചകത്തിൽ ഞാൻ പരാമർശിക്കുന്നുണ്ട്. അതിൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായുള്ളൂ കേട്ടോ. അതിനുശേഷം ഞാൻ ഈ അടുത്ത കാലത്ത് വീണ്ടും സിംഗപ്പൂർ മലേഷ്യ യാത്ര നടത്തി. അതായത് വിവാദമായ ഈ സോളാർ വിശേഷം പുസ്തകത്തിൻ്റെ അന്ന് ഞാൻ മലേഷ്യ പോയപ്പോൾ അതിന് മുമ്പായിട്ട് ഈ കല്ലറ കണ്ടുപിടിക്കപ്പെട്ടു. അപ്പോഴേക്കും അദ്ദേഹം മരിച്ചിട്ട് 58 വർഷമായി. അന്ന് ഈ കല്ലറ കണ്ടുപിടിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനുശേഷം കുറേ മലയാളികൾ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് ഞങ്ങളുടെ റിലേഷൻഷിൽപ്പെട്ട കുറച്ച് പേര് കുലാലംപൂരി ചെന്നു. അപ്പോൾ അവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു കല്ലറയുണ്ട് അവിടെ, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. അപ്പോൾ പ്രതീക്ഷയൊന്നുമില്ല, കാരണം അന്ന് ഞാൻ പോയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എങ്കിലും ഭാര്യയുടെ ഒരു ആഗ്രഹം, നിങ്ങളൊന്ന് തപ്പി നോക്കണം, ഇങ്ങനെ കല്ലറ അവിടെ പണിതു, കല്ലറയുടെ എന്തെങ്കിലും അവശിഷ്ടം അവിടെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. ഇവർ പോയി 3-4 ചെറുപ്പക്കാർ പോയി ഒരു ദിവസം മുഴുവൻ അവിടെ പോയി തപ്പി അവസാനം ഈ കല്ലറ കണ്ടുപിടിച്ചു. കല്ലറയാകെ പൊട്ടിപ്പൊളിഞ്ഞു. പക്ഷേ ഫാദർ ഇൻ ലോയുടെ ഫോട്ടോ സഹിതം ആ കുരിശ് എപ്പോഴും അവിടെ ഉണ്ട്. ആ ഫോട്ടോ എന്ന് പറഞ്ഞാൽ എൻഗ്രേവ് ചെയ്താണ്. ഈ മാർബിളിനകത്ത് എൻഗ്രേവ് ചെയ്തുകൊണ്ട് അതിന് യാതൊരു മാറ്റവും ഇല്ലാതെ അതുപോലെ തന്നെ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ അവർ അയച്ചു തന്നു. അപ്പോൾ ഞാൻ രണ്ടാമത് ഞങ്ങൾ പോയപ്പം ഭാര്യയുണ്ട് കൂടെ. ഞങ്ങൾ പോയത് തന്നെ ഇത് ലക്ഷ്യം വെച്ചിട്ടാണ്. അത് ഈ അടുത്തിടെ കല്ലറയ്ക്ക് പോകാൻ അടുത്തിടെ 2 മാസമായുള്ളൂ. അപ്പോൾ ഈ കല്ലറയിൽ ഞങ്ങൾ ചെല്ലുന്നു. അവിടെ ചെന്ന് അപ്പോൾ പിന്നെ കല്ലറ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം വൈഫ് അന്നും 3 വയസ്സാണ്ടേ ഉള്ളൂ, 6 വയസ്സുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്നോട് കല്ലറ കയറിയപ്പോൾ തന്നെ പറഞ്ഞു ആ സൈഡിലാണ്, കാരണം എനിക്ക് ഓർമ്മയുണ്ട്, നടന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയത് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി കല്ലറകളെല്ലാം 2 നൂറ്റാണ്ട് കാലത്തെ കല്ലറകളുണ്ട് അവിടെ. പലരും പല കല്ലറയും പൊളിഞ്ഞ് കിടക്കുകയാണ് പലതും. അപ്പോൾ ഈ കല്ലറ കണ്ടുപിടിക്കാൻ പറ്റി. അവിടെ ചെന്ന് ഞങ്ങൾ അതിൻ്റെ മുന്നിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് അന്ന് പോരുക ചെയ്തത്. അപ്പോൾ ഈ കല്ലറ കണ്ടുപിടിക്കാൻ ഉണ്ടായ കാരണമെന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് വന്ന കോവിഡാണ്. കോവിഡ് വന്നപ്പം അപ്പോൾ ഇത് എന്താ പറയുന്നത്, വളരെ വിശാലമായിട്ട് ആയിരക്കണക്കിന് കല്ലറകളുള്ളൊരു വലിയൊരിതാണ്. അതും അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന, അല്ലാതെ ചർച്ചിൻ്റെ കീഴിലല്ല. പക്ഷേ ക്രിസ്ത്യൻ കല്ലറകളാണ് അധികവും. ക്രിസ്ത്യൻസ് മരിച്ചടക്കിയിരിക്കുന്ന കല്ലറകളാണ് അതിൻ്റെ 90%. അപ്പോൾ മിക്കവാറും എല്ലാത്തിനും മുകളിൽ കുരിശുണ്ട്. പക്ഷേ ഇത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ സ്ഥലമില്ലാതെ വന്നപ്പോഴത്തേക്ക് അവരൊന്നും ക്ലോസ് ചെയ്ത് കാട് പിടിച്ചാൽ കിടക്കുകയായിരുന്നു. അതാണ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ പോയത്. പക്ഷെ പിന്നീട് സംഭവിച്ചത് ഈ കോവിഡ് വന്നപ്പോൾ ഈ ആളുകൾ ധാരാളമായിട്ട് മരിച്ചപ്പോൾ ഇത് അടക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോഴത്തേക്ക് ഇവരിത് വീണ്ടും വെട്ടിത്തെളിച്ചു. പഴയ കല്ലറകൾ പലതും മാറ്റിയിട്ട്, പൊട്ടിപ്പൊളിഞ്ഞ് അനാഥരായി കിടക്കുന്ന പല കല്ലറകളും മാറ്റിയിട്ട് അവർ പുതിയ കല്ലറ ആക്കി അവിടെയാണ് അടക്കിയത്. ഭാഗ്യത്തിന് ഫാദറിലൂടെ കല്ലറയെ തൊട്ടില്ല. അതൊരു മൂലയ്ക്കായിരുന്നുകൊണ്ട് അവിടെ കിടന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് വീണ്ടും കണ്ടുപിടിക്കാൻ പറ്റിയത്. ആ കാട് വെട്ടിത്തെളിച്ചുകൊണ്ടാണ്. അങ്ങനെ വീണ്ടും പോയി ആ കല്ലറ വീണ്ടും കാണുകയും അതിനുശേഷം ഞാനത് ഫേസ്ബുക്കിൽ അതിടുകയും, ഫേസ്ബുക്കിൽ കണ്ടിട്ട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ആലപ്പുഴ ലേഖകൻ അത് എന്നെ വിളിക്കുകയും അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അതിനെക്കുറിച്ച് വാർത്തയൊക്കെ കൊടുത്തിരുന്നു പടം സഹിതം. അപ്പം ഇങ്ങനെ എല്ലാ സംഭവങ്ങൾക്കും, എല്ലാ റിപ്പോർട്ടുകൾക്കും നമുക്ക് ഈ തുടർച്ചയും ആവർത്തനവും പല ചില വ്യക്തിപരമായ ഓർമ്മകളും അതിനോടൊപ്പം ഉണ്ട്. ഇതാണ് അതിൻ്റെ വേറൊരു കഥ. 1987 തിരുവനന്തപുരം യൂണിറ്റ് തുടങ്ങുമ്പോഴാണ് ഞാൻ തിരുവനന്തപുരത്ത് എത്തുന്നത്. ഇപ്പോൾ ഏകദേശം 37 വർഷമാകുന്നു. യൂണിറ്റ് തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ടീമിനെയാണ് തിരുവനന്തപുരത്തേക്ക് അയച്ചത്. അതിൽ എൻ്റെ ഗ്രൂപ്പ് ബാച്ചിലുണ്ടായിരുന്ന ഞാനും ഫിന്നി ജേക്കബ്,
അദ്ദേഹം ഇന്ന് മനോരമയിലില്ല. അദ്ദേഹം ഇടയ്ക്ക് മനോരമയിൽ നിന്ന് വിട്ട് US കോൺസുലേറ്റിൽ ഒരു വലിയ ജോലിയിൽ പോയി. അദ്ദേഹം അവിടുന്ന് റിട്ടയർ ചെയ്ത് ഇപ്പോൾ അമേരിക്കയിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. ഫിന്നി ജേക്കബ് എഡിറ്റോറിയൽ സൈഡിലും ഞാൻ റിപ്പോർട്ടിംഗ് സൈഡിലുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും, വേറെ പത്രക്കാരും ഉണ്ട്, വേറെ ജേർണലിസ്റ്റുകളും ഉണ്ട്. അവരൊക്കെ പിന്നീട് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോയെങ്കിലും ഞാൻ മാത്രമേ ഇവിടെ നിന്നു. 36 വർഷം നിന്നു. അപ്പോൾ ഈ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ വരുന്ന കാലത്ത് മലയാള മനോരമ ശാന്തിനഗറിലായിരുന്നു. ശാന്തിനഗർ എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റിന് അടുത്തായിട്ടുള്ള ഒരു അമേരിക്കയിലെ വാൾ സ്ട്രീറ്റ് പോലെ മാധ്യമങ്ങളുടെ ഒരു കോളനിയായിരുന്നു. അതായത് പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളുടെയും ഓഫീസുകൾ അന്ന് ശാന്തിനഗറിലായിരുന്നു. ഇന്നെനിക്ക് തോന്നുന്ന ഒരു പത്ര ഓഫീസും അവിടെ ഇല്ല, എല്ലാം പോയി അവിടുന്ന്. മാതൃഭൂമി, മനോരമ, ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു, എക്സ്പ്രസ് മലയാളം തുടങ്ങിയ പ്രധാനപ്പെട്ട പത്രങ്ങളുടെ എല്ലാം, ദീപിക, ഇതിൻ്റെ എല്ലാ ഓഫീസുകൾ അവിടെ ഉണ്ടായിരുന്നു. അല്ല, ദീപിക അവിടെ ഇല്ല. ദീപിക അന്ന് ട്യൂട്ടേഴ്സ് ലൈനിലാണ്. എന്നാലും ഒരു 5-8 പത്രങ്ങളുടെ ഓഫീസുകളന്ന് ശാന്തിനഗറിലാണ് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എത്തുന്നത് ശാന്തിനഗറിലാണ്. അവിടെ ഇരുന്നു കൊണ്ടാണ് ഈ പുതിയ യൂണിറ്റ് തുടങ്ങുന്നതിന് ആവശ്യമായ പ്രിപ്പറേഷൻസൊക്കെ നടത്തുന്നത്. അപ്പോൾ ഡെയിലി റിപ്പോർട്ടുകൾ എഴുതുന്ന കൂടെ തന്നെ പുതിയ പത്രം തുടങ്ങുമ്പോൾ എഴുതേണ്ട പുതിയ ഫീച്ചറുകൾ, പുതിയ പരമ്പരകൾ, ഇതേക്കുറിച്ചെല്ലാം പ്ലാൻ ചെയ്യുകയും ഇതേക്കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്യുകയും ഇതേക്കുറിച്ചെല്ലാം റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അക്കാലത്ത് ഈ പത്രം തുടങ്ങുന്ന സമയത്ത് ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി വേണം എന്നൊരഭിപ്രായം പൊതുവേ ഉണ്ടായി. അപ്പം ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി എഴുതാൻ വേണ്ടിയിട്ട് അന്ന് ഏൽപ്പിച്ച എന്നെയാണ്. അതിന് കാരണം ഞാൻ നേരത്തെ ഈ പറഞ്ഞതുപോലെ ഈ അക്കരെ ഇക്കരെ കെട്ടുവള്ളത്തിലെ യാത്ര തുടങ്ങി ഈ ഒട്ടേറെ ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറികൾ അതിനിടയ്ക്ക് ഞാൻ എഴുതിയിരുന്നതുകൊണ്ട് ഞാൻ എഴുതിയാൽ നന്നാവും തോന്നുന്നുകൊണ്ടായിരിക്കും എന്നെ ഏൽപ്പിച്ചു. അന്ന് KR ചുമ്മാറായിരുന്നു മനോരമയുടെ ഇവിടുത്തെ ബ്യൂറോ ചീഫും പിന്നെ റെപ്രസെൻറ്റേറ്ററും എല്ലാം അദ്ദേഹമായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ജോൺ ഒരു സ്റ്റോറിക്ക് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുതിയ സ്ഥലം, പുതിയ ആളുകൾ, പുതിയ മേഖല, എനിക്കിവിടെ ആരും പരിചയമില്ല, എങ്ങനെ സ്റ്റോറി ഉണ്ടാക്കാനായിട്ടാണ്. ഞാൻ ആദ്യം ആലോചിച്ചു ഏതെങ്കിലും അവിടുത്തെ മനോരോഗാശുപത്രിയിൽ പോയി എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കി. അത് വിജയിച്ചില്ല. ജയിലിൽ പോയി ഒരു സ്റ്റോറി ഉണ്ടാക്കാൻ നോക്കുമെന്ന് നോക്കി. സെൻട്രൽ ജയിൽ ഇവിടെയാണല്ലോ, പൂജപ്പുര. പക്ഷേ അവിടെ പ്രവേശനം കിട്ടിയില്ല. കാരണം ഒരു കോണ്ടാക്റ്റും ഇല്ല, വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആരോ എന്നോട് പറഞ്ഞു, എനിക്കൊന്ന് എൻ്റെ വിജയകുമാറാണ് എന്ന് പറഞ്ഞെന്ന് തോന്നുന്നു, എന്നോട് പറഞ്ഞു, നമ്മുടെ കൊടിയേറ്റം ഗോപി തീരെ വയ്യാതിരിക്കുകയാണ്, പുള്ളി സുഖമില്ലാതിരിക്കുകയാണ്, പുള്ളിക്ക് സിനിമയും ഇല്ല, പുള്ളിയുടെ ആരോഗ്യസ്ഥിതി മോശമാണ്, സാമ്പത്തികമായിട്ട് നമ്മളുടെ ബുദ്ധിമുട്ടിലാണ്. അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു, അവിടുത്തെ ജോലിയൊക്കെ പുള്ളി രാജിവെച്ചു. അതുകൊണ്ട് പുള്ളിയെക്കുറിച്ചൊരു വാർത്ത കൊടുക്കേണ്ടതെന്ന് ഞാൻ എപ്പോഴും ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് കത്തി. അദ്ദേഹം ട്രിവാൻഡ്രത്തായിരുന്നു. അദ്ദേഹം കരമനയിൽ ആയിരുന്നു താമസം. അപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫറിനോട് കൂടി അദ്ദേഹത്തെ കാണാൻ പോകുന്നു. അപ്പോൾ ഈ സ്റ്റോറി എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചൊരു വാർത്ത കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് സമ്മതം വേണമല്ലോ. അപ്പം കൊടിയേറ്റം ഗോപി എന്ന് പറഞ്ഞാൽ ഭരത് അവാർഡ് നേടിയ നടൻ. എനിക്കൊന്നും മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഭരത് അവാർഡ് കിട്ടിയ നടൻ കൊടിയേറ്റം സിനിമയിലെ അഭിനയത്തിന് ഗോപിക്കാണ് കിട്ടിയത്. അപ്പം ഗോപിയെ ഞങ്ങൾ കാണാൻ പോകുന്നു. ഞങ്ങൾ ചെല്ലുമ്പം ഗോപി ഒറ്റയ്ക്കാണ് വീട്ടിലേ ഉള്ളൂ. കാരണം പുള്ളിയുടെ ഭാര്യ ജോലിക്ക് പോയിരിക്കുകയാണ്, മക്കൾ സ്കൂളിൽ പോയിരിക്കുന്നു. ഞങ്ങളവിടെ ചെല്ലുന്നു. അദ്ദേഹം തന്നെ വന്ന് പുള്ളിക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പുള്ളിക്ക് സ്ട്രോക്ക് വന്നിരിക്കുകയാണ്, സിനിമയില്ല, ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഞാനവിടെ ചെന്ന് പരിചയപ്പെടുന്നു. മനോരമ എന്നാന്ന് പറയുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ താങ്കളെക്കുറിച്ച് അറിയാൻ വേണ്ടി വന്നതാണ്. രോഗാവസ്ഥയെക്കുറിച്ചൊക്കെ പുള്ളി പറയുന്നു. പുള്ളിക്ക് സിനിമയില്ല എന്നുള്ള ഇത് പറയുന്നു. പുള്ളി വളരെ സങ്കടത്തോടെ പറഞ്ഞു, സിനിമ അങ്ങനെയാണ്, സിനിമയിൽ ആരെങ്കിലും വയ്യാതായാൽ വളരെ പെട്ടെന്ന് സിനിമാ ലോകം അവരെ മറക്കും. ഞാനിപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ടോ നമ്മൾ വളരെ കത്തുന്ന കാലത്തെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പോൾ ആരും എന്നെ അന്വേഷിച്ച് വരാറില്ല. നമ്മുടെ കുടുംബം മാത്രമേ നമ്മൾ അവസാനം നമ്മുടെ കൂടെ കാണുകയുള്ളൂ. ചികിത്സയ്ക്കാണ് ഒത്തിരി കാശ് ചിലവാകുന്നുണ്ട്. ഇതിലെ കാര്യങ്ങളെല്ലാം പുള്ളി പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാനൊരു വാർത്ത കൊടുക്കട്ടെ താങ്കളുടെ ഈ രോഗാവസ്ഥയെക്കുറിച്ചും, ചിലപ്പോൾ സർക്കാർ ഇടപെട്ട് എന്തെങ്കിലും സഹായം നൽകിയെന്ന് വരും, ചില ജനങ്ങളിൽ നിന്ന് തന്നെ സഹായം വന്നു വരും. പുള്ളി ആദ്യം ഒന്ന് മടിച്ചു, വേണോ അത് ഞാൻ പറഞ്ഞു വളരെ ഇതായിട്ടേ കൊടുക്കുള്ളൂ, നമ്മളത് സഹായത്തിന് വേണ്ടിയാണെന്നുള്ള മട്ടിലൊന്നും കൊടുക്കത്തില്ല, താങ്കളുടെ ഒരു അവസ്ഥ ഇതാണ് എന്നുള്ളത്, ഇത്രയും വലിയൊരു നടൻ, മഹാനായ ഒരു നടൻ ഇങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുന്നു എന്ന മട്ടിലൊരു സ്റ്റോറി കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, അവസാനം പുള്ളി സമ്മതിച്ചു.
അപ്പോൾ തിരിച്ചിറങ്ങുന്ന വഴിക്ക് പുള്ളി തിരിച്ച് ഞങ്ങൾ യാത്രയാക്കാൻ വേണ്ടി പുള്ളി ജനൽ കമ്പിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ജനലടിയിൽ കൂടിയാണ് പുള്ളി നിൽക്കുന്നു. പെട്ടെന്ന് ഞാനിങ്ങനെ സ്വയംവരത്തിലെ ഒരു രംഗം എൻ്റെ മനസ്സിൽ വന്നത്. കാരണം സ്വയംവരത്തിൽ പുള്ളി ആദ്യത്തെ പുള്ളിയുടെ സിനിമയാണെന്ന് തോന്നുന്നു. ആ സിനിമയിൽ ഈ ജോലി നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിട്ട് പുള്ളി ഈ അന്ന് മധു ആണല്ലോ അതിനകത്ത് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ആ നായകൻ തൻ്റെ ജോലി തട്ടിയെടുത്തിട്ടാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ ജോലി നഷ്ടപ്പെട്ട ഈ ഗോപിയുടെ കഥാപാത്രം അവിടെ നിൽപ്പുണ്ട്, ആഴിയിൽ പിടിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. ഇത് ഞാൻ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കിടന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഈ ഒരു സ്റ്റോറി എഴുതി. അന്ന് മനോരമയുടെ തിരുവനന്തപുരം യൂണിറ്റ് തുടങ്ങുമ്പോൾ 1-ാം പേജിൽ വന്ന ടോപ്പിൽ വന്ന ഹ്യൂമൻ്റെ സ്റ്റോറി അതായിരുന്നു. ഈ വാർത്ത വന്നു കഴിഞ്ഞ് പുള്ളിക്ക് ഒത്തിരി സഹായം പല സ്ഥലങ്ങളിൽ നിന്നും. അത് അന്നത്തെ കാലത്താണ് എനിക്ക് തോന്നുന്നത് 50,000 രൂപയോളം. 50,000 രൂപ എന്ന് വലിയ എമൗണ്ടാണ്, വലിയ തുകയാണ്. ഈ തുക വന്നു. ഞാൻ തന്നെയാണ് എന്നോട് അതൊരു ചെക്കാക്കി അന്ന്. ഈ സഹായം മനോരമയിലേക്കാണ് വന്നത്? അന്ന് മനോരമയിലേക്കാണ് വന്നത്. ഞങ്ങൾ മനോരമ വളരെ അപൂർവമായിട്ട്, ഇന്നിപ്പം അങ്ങനെയുള്ള സഹായം ഒന്നും മനോരമ ഏറ്റെടുക്കത്തില്ല. അത് അക്കൗണ്ട് നമ്പർ കൊടുത്ത് അന്ന്. പക്ഷേ അന്ന് അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ മനോരമ അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് വേറെ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇതിന് ശേഷം ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ ഇത് സഹായം വന്നു. ഗോപിയെപ്പോലെ നടനായതുകൊണ്ടും അത്രയും വലിയൊരു പ്രൊമൻ്റായിട്ട് ഈ വാർത്ത വന്നുകൊണ്ടും ഒട്ടേറെ സഹായം പുള്ളിക്ക് വേണ്ടി വരികയും അന്വേഷണം വരികയും സർക്കാരും ഇടപെട്ടു, ചികിത്സാ സഹായമൊക്കെ നൽകി. അങ്ങനെ ഞാനാണ് അന്ന് ആ ചെക്ക് കൊണ്ടുപോയി പുള്ളിയെ കൊടുത്തത്. 50,000 രൂപയുടെ ചെക്ക് കൊണ്ട് കൊടുത്തത്. ഏതായാലും അത് ആ സംഭവം ഒരു നല്ല തുടക്കം തിരുവനന്തപുരം യൂണിറ്റിൽ ലഭിച്ചു. തിരുവനന്തപുരം യൂണിറ്റിൻ്റെ ഉദ്ഘാടന പത്രത്തിൽ, ആദ്യത്തെ പത്രത്തിൽ അതിനുവേണ്ടി ശ്രദ്ധിക്കപ്പെട്ട വാർത്തയായി മാറി. പലപ്പോഴും ഈ ആദ്യത്തെ പത്രം ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് വളരെ സെൻസേഷണലായിട്ടുള്ള വാർത്തകൾ കൊടുക്കാറുണ്ട്, പൊളിറ്റിക്കൽ വാർത്തകൾ കൊടുക്കാറുണ്ട്. വളരെ പിന്നീട് വിവാദമായിട്ടുള്ള പല സംഭവങ്ങളും നമുക്കറിയാമല്ലോ, അങ്ങനെ വാർത്ത കൊടുത്ത്. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല, ഹ്യൂമൻ സ്റ്റോറി ആയിരുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ച് അങ്ങനെ അതൊരു പോസിറ്റീവായൊരു ഇതാണ് ആളുകളുടെ മനസ്സിലുണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി തിരുവനന്തപുരത്ത് തുടങ്ങാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ തുടക്കം തന്നെ ഗംഭീരമായിരുന്നു. തുടക്കം തന്നെ കലക്കി എന്ന് പറയാം. അതിനുശേഷം തിരുവനന്തപുരത്ത് ഒരു പുതിയ മേഖല, പുതിയ സംരംഭം, പുതിയ ആളുകളെ, പിന്നെ കേരളത്തിൻ്റെ ഭരണസ്ഥിരാ കേന്ദ്രമാണ്. കേരളത്തിലെ എല്ലാ അധികാര കേന്ദ്രങ്ങളും ഇരിക്കുന്ന തിരുവനന്തപുരത്താണ്. അത് കാരണം വാർത്തയ്ക്ക് ഒരു പഞ്ഞവുമില്ലാത്ത സ്ഥലമാണ് തിരുവനന്തപുരം. അതെ, സെക്രട്ടേറിയറ്റിൽ കൂടെ ഒന്ന് കയറി ഇറങ്ങി നടന്നാൽ ഒരു വാർത്ത ഉറപ്പാണ്. അതറിയാവുന്നതുകൊണ്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയ ശേഷം ആ വാതിൽ അടച്ചത്. പത്രക്കാരൊന്നും അങ്ങോട്ട് കയറണ്ടെന്നുണ്ട്. വാർത്ത കിട്ടും. പക്ഷെ ഞാനന്ന് രാവിലെ സെക്രട്ടേറിയറ്റിൽ കയറി. അപ്പം അന്ന് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് പിന്നെ വാർത്തയുടെ ഒരു ഭയങ്കര ഉറവിടമാണ് അവിടെ. അപ്പം വാർത്ത കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്രട്ടേറിയറ്റിൽ മന്ത്രിമാരുണ്ട്, പിന്നെ ഗവൺമെൻറ് സെക്രട്ടറിമാരുണ്ട്, അഡീഷണൽ സെക്രട്ടറിമാരുണ്ട്. അങ്ങനെ ഉദ്യോഗസ്ഥന്മാരുടെ വലിയ ബന്ധം. താഴോട്ട് പോയിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് വരെ ഉണ്ട്. 10,000-3,000 പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമുക്ക് വാർത്ത കിട്ടുക പലപ്പോഴും മോളിൽ നിന്നല്ല. മന്ത്രി പണ്ട് 2 തരത്തിൽ വാർത്ത എടുക്കും. രാവിലെ നമ്മൾ പ്രസ് ക്ലബ്ബിൽ പോകും. പ്രസ് ക്ലബ്ബിൽ പോകുമ്പം ഈ അവിടെ നയിക്കുന്ന അന്ന് പിന്നെ സീനിയറായിട്ടുള്ള പത്രക്കാർ അവിടെ ഉണ്ടാവും. അവർ നമ്മളോട് പറയും നമുക്കൊന്ന് മന്ത്രിയെ പോയി കാണാം. അപ്പോൾ അന്ന് ഏതെങ്കിലും അന്നത്തെ ഇപ്പോൾ കെ എം മാണിയാണെന്ന് കരുതിക്കുക, കെ എം മാണിയെ പോയി കാണാമെന്ന് കരുതും. അപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് പോയി കെ എം മാണിയെ പോയി കാണുന്നു. കെ എം മാണിയെ വിളിച്ച് പറയും. അപ്പം പുള്ളി പറയും വരാൻ പറയും. അവിടെ ചെല്ലുന്നു. പുള്ളി അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തു, വിശേഷങ്ങളൊക്കെ പറയും. അപ്പം നമ്മുടെ ആ പത്രക്കാരുടെ ആവശ്യം എന്തെങ്കിലും ഒരു പുതിയ വാർത്ത കിട്ടണം. അന്ന് ഈ എക്സ്ക്ലൂസീവ് വാർത്തയ്ക്ക് വേണ്ടിയുള്ള മത്സരമൊക്കെ കുറവാണ്. പൊതുവായിട്ടൊരു വാർത്ത മതി, എന്തെങ്കിലും ഒരു അനൗൺസ്മെൻറ്റ്. അപ്പം സർക്കാരിനെ സംബന്ധിച്ച് എന്ത് പുതിയ കാര്യവും നമ്മൾ വാർത്തയാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഇപ്പം കെ എം മാണിയാണെങ്കിൽ ധനകാര്യ മന്ത്രിയാണ്. അപ്പം ധനകാര്യ മന്ത്രി പറയുകയാണ് അടുത്ത ബജറ്റിൽ, ബജറ്റെന്നേലും പറയത്തില്ല, ഞങ്ങൾ ഇന്നൊരു ആനുകൂല്യം കൊടുക്കാൻ പിന്നെ നൽകാൻ പോകുന്നു, അല്ലെ ഇന്നൊരു ക്ഷേമ പദ്ധതി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഉടനെ അത് വലിയ വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് വരുന്നതുകൊണ്ട് അത് 8 കോളത്തിൽ വലിയ വാർത്തയായിട്ട് പ്രാധാന്യമാണ്. അപ്പോൾ ഇതുവേണ്ടി രാവിലെ തൊട്ട് ഉച്ചവരെ ഇങ്ങനെ ഈ മന്ത്രിമാരെ കാണാൻ വേണ്ടിയിട്ട് ചിലവഴിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ. അത് കഴിഞ്ഞ് പിന്നീട് ചെയ്യുന്ന പരിപാടി ഞാൻ ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിൽ പോയി ഉദ്യോഗസ്ഥന്മാരെ കാണും. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ കാണാമെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമല്ല, പരിചയമില്ല അവരൊന്നും. സെക്രട്ടേറിയറ്റിലെ മന്ത്രിമാർക്കും ഗവൺമെൻറ് സെക്രട്ടറിമാർക്കും നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മളെ പേടിയെങ്കിലും ഉണ്ട്. നമ്മളൊരു വാർത്തയും കൊടുത്ത് അവർ ഉപദ്രവിക്കുമെന്ന്. അവിടെ ഇരിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനോ ഡെപ്യൂട്ടി സെക്രട്ടറിക്കോ അഡീഷണൽ പിന്നെ സെക്രട്ടറിക്കോ ജോയിൻറ്റ് സെക്രട്ടറിക്കോ ഒന്നും നമ്മളെ കാണേണ്ട കാര്യമില്ല, നമ്മളെ കൊണ്ട് ആവശ്യമില്ല.
യൂണിയൻ നേതാക്കൾക്കുണ്ട്, പക്ഷെ അവരുടെ വാർത്ത വരാൻ വേണ്ടി. എനിക്ക് വേണ്ടത് യൂണിയനിൽ താല്പര്യമൊന്നുമില്ല, അതിനകത്ത് ബന്ധപ്പെടാത്ത ആളുകളിൽ നിന്നാണ്. അപ്പം ഞാനിങ്ങനെ സെക്രട്ടറി കൂടെ ഇങ്ങനെ കയറി നടക്കും. കയറി നടന്നിട്ട് ഏതെങ്കിലും അപ്പോൾ എനിക്ക് എൻ്റെ ട്രെയിനിങ് പീരീഡിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ജേർണലിസ്റ്റ്, എനിക്ക് ക്ലാസ് എടുത്ത ഒരാൾ, ഐസക് അറയ്ക്കൽ എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ദീർഘകാലം റിപ്പോർട്ടറായിട്ടിരുന്ന ഒരു ജേർണലിസ്റ്റാണ്, സീനിയറായിട്ടാണെങ്കിലും മരിച്ചുപോയി. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ ഒരു വാചകം ഞാൻ ഓർക്കും. നിങ്ങളൊരു കലക്ടറെയോ കമ്മീഷണറെയോ ആരെങ്കിലും കാണാൻ ചെല്ലുമ്പോൾ നിങ്ങളൊരു കാര്യത്തിന് വേണ്ടിയായിരിക്കും ചെല്ലുന്നത്. ആ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ചായ ഓഫർ ചെയ്യും. നോ പറയരുത്, യേസേ പറയാവുള്ളൂ. അത്രയും സമയം കൂടെ കിട്ടും. അതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. നിങ്ങൾക്ക് ആ ചായ കുടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പുള്ളിയുടെ കാരണം ആ ചായ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ ചായ വന്ന് കഴിക്കുന്നവരെ പുള്ളിക്ക് നമ്മളെ ഇരുത്തിയേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ചായ ഡിനേ ചെയ്യരുത്, നിങ്ങൾ ആ ചായ കഴിക്കണം. എന്നിട്ട് അതിനിടയ്ക്ക് നിങ്ങൾ വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാർത്ത കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ സെക്രട്ടറിമാരെയും മന്ത്രിമാരെയും കാണുമ്പോൾ അത് സാധിക്കുമെങ്കിലും ഈ ഡെപ്യൂട്ടി സെക്രട്ടറിയോ അല്ലെങ്കിൽ അണ്ടർ സെക്രട്ടറിയോ പോയി കാണുമ്പോൾ അവർ ചായ ഓഫർ ചെയ്യുന്ന ചായ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്നു, ഒരു അണ്ടർ സെക്രട്ടറിയുടെ എല്ലാവരുടെയും മുന്നിൽ നെയിം ബോർഡ് ഉണ്ട്. ആ നെയിം ബോർഡ് കാണാതെ വേറെ യാതൊരു കോൺടാക്റ്റും ഇല്ല. അപ്പോൾ ഒരാളെ കാണുന്നു, ബി അശോകൻ എന്ന് പറയുന്ന ആളെ കാണാൻ കയറുന്നു. അപ്പോൾ അദ്ദേഹം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർ സെക്രട്ടറി ആണെന്ന് ഇരിക്കും. അപ്പോൾ എന്തിനാ വന്നത്? ഞാൻ പറഞ്ഞു ഞാൻ ജേർണലിസ്റ്റാണ്. അപ്പം പുള്ളി അതിനെന്ത് വേണമെന്നുള്ള മട്ടിൽ നമ്മുടെ മുഖത്തോട്ട് നോക്കും. ഞാൻ പരിചയപ്പെടാൻ വന്നതാണ്. അപ്പോൾ എന്നെ പരിചയപ്പെടുന്നുള്ള വേണ്ടി വീണ്ടും നോക്കും. അല്ല, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്ന. എൻ്റെ പേര് സുഹാൻസു. അപ്പോൾ കസേരയുണ്ട് ഇരിക്കുന്നു പറയും, അല്ലെങ്കിൽ അവിടെ നിർത്തും. അപ്പം പുള്ളി ചോദിക്കും എന്താണ്? അല്ല ഒന്നുമില്ല, വെറുതെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തിരിച്ചിറങ്ങിപ്പോരും. രണ്ടാം ദിവസം വീണ്ടും ആളുടെ അടുത്ത് ചെല്ലുമ്പോൾ പുള്ളി എന്നെ കാണുമ്പോഴത്തേക്ക് കഴിഞ്ഞ ആഴ്ച വന്ന ആളല്ലേ? അതെ. എന്താ? അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു പുള്ളി എഡ്യൂക്കേഷൻ്റെ അണ്ടർ സെക്രട്ടറി ആണല്ലോ, ഇട്ടെടുക്കും. എന്തെങ്കിലും ഒരു സംഭവം ഞാൻ എഡ്യൂക്കേഷനോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചോദ്യം പുള്ളിയോട് ചോദിക്കുന്നു. നീ വാർത്തയൊന്നും കിട്ടത്തില്ല. പുള്ളി പറയും, അയ്യോ അത് ഞങ്ങളോട് ചോദിക്കണം, നിങ്ങൾ പോയി സെക്രട്ടറിയോട് ചോദിക്കണം, അല്ലെങ്കിൽ മന്ത്രിയോട് ചോദിക്കണം എന്ന് പറയും. അല്ല എന്നാലും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം. അപ്പം ഞാൻ പറയും അവർ പറയും സോറി, തരാൻ നിവൃത്തിയില്ല എന്ന് പറയും. നമസ്കാരം പറഞ്ഞോളൂ, നന്ദി. മൂന്നാം തവണ വീണ്ടും ചെല്ലും. അപ്പം ഞാൻ എൻ്റെ അപരിചിതനല്ല, ഒരു പരിചയമായി. എന്തെങ്കിലും തരാതെ വിടാൻ പറ്റില്ല. അപ്പോൾ പുള്ളി എന്നെ കാണുമ്പോഴത്തേക്ക് വന്ന് ഇരിക്കുക എന്ന് പറഞ്ഞൊരു സൗഹൃദമൊക്കെ കാണിക്കും. അപ്പോൾ ഇത് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് കേട്ടോ. ഒരുപാടപ്പെട്ട 90% ആൾക്കാരുടെ അടുത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യും. ചില കടുത്ത പാർട്ടിക്കാരുണ്ട്, CPM-ൻ്റെ, അവരാരും നമ്മളെ അടുപ്പിക്കത്തില്ല. അല്ലാതെയുള്ള പ്രത്യേകിച്ച് കോൺഗ്രസ് അനുഭവമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ മനോരമയാണെന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ട്. അപ്പോൾ അവരിരുത്തിയിട്ട് നമ്മളോട് സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് വരുന്ന കൂട്ടത്തിൽ നമ്മളുടെ ഒരു വിശ്വാസമായി. അങ്ങനെ എന്തോ വലിയൊരു വാർത്ത സാറിന് കിട്ടിയിട്ടുള്ളൊരു കഥ. ഒത്തിരി വാർത്ത കിട്ടിയിട്ടുണ്ട്. അത് ആ കിട്ടിയ കഥ പിന്നൊരിക്കൽ പറയാം. ഞാനിപ്പോൾ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് ആദ്യം വന്ന് ഈ വാർത്തകൾ ഉണ്ടാക്കിയത് എന്ന് പറയാൻ വേണ്ടി. അത് ഒന്ന് ഈ ഭരണസ്ഥിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ്, പിന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ കേന്ദ്രം എന്ന് പറയുന്നത് നിയമസഭയാണ്. അന്ന് നിയമസഭ ഇപ്പോഴത്തെ കെട്ടിടത്തിലല്ല, പഴയ അസംബ്ലി മന്ദിരമാണ്. പക്ഷേ പഴയ അസംബ്ലി മന്ദിരത്തിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ കുറേ കൂടി ഒരു ഇന്ററാക്ഷൻ സൗകര്യമുണ്ട്. ഈ MLA-മാരെല്ലാം ഇങ്ങനെ നിരന്നിരിക്കുന്നു. അതിൻ്റെ ചുറ്റുമായിട്ട് ഒരു വരിയിലായിട്ടാണ് പത്രക്കാരിരിക്കുന്നത്. അപ്പം ഈ നടുക്കൂടി MLA-മാരിനകത്തൊരു ചെറിയൊരു ഒരു കോറിഡോർ വഴി അകത്തോട്ട് ചെന്നാലാണ് ഈ ലോബി ഉള്ളത്. ലോബി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ലോബിയാണ്. ഈ ലോബിയിൽ ഒരേ സമയം പത്രക്കാർക്കും പിന്നെ MLA-മാർക്കും പ്രവേശിക്കാം. അപ്പോൾ ഈ അസംബ്ലി ഹാളിൽ നിന്ന് ഈ MLA-മാരിങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഈ പത്രക്കാർക്കത് കാണാം. ആ കൂടെ തന്നെ നമ്മളെ കയറി വരും. അല്ലെങ്കിൽ അവർ തന്നെ നമ്മളെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കും, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണിക്കും, വരാൻ പറയും. അപ്പോൾ അകത്ത് ചെന്നിരുന്നു, ഇവരോട് സംസാരിച്ച് നമുക്ക് എന്തെങ്കിലും പുതിയ വിവരങ്ങളെ കാര്യങ്ങളെ അല്ലെ അസംബ്ലിയിൽ പറഞ്ഞ കാര്യങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങൾ. അങ്ങനെ ഒരു ഭയങ്കര ഒരു അടുപ്പ് MLA-മാരുമായിട്ട് ഉണ്ടായിരുന്നു ഈ പഴയ അസംബ്ലിയിൽ. അന്ന് KR ചുമ്മാർ, പിന്നെ KC സെബാസ്റ്റ്യനൊക്കെ ആയിരുന്നു പ്രമുഖരായിട്ടുള്ള നിയമസഭാ റിപ്പോർട്ടർമാർ. അപ്പോൾ KR ചുമ്മാറൊക്കെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ മന്ത്രിമാർ വരെ അദ്ദേഹത്തിനടുത്ത് വന്ന് കുശലം പറയുകയും അന്ന് അങ്ങനെ വന്നിരുന്ന് പറയാമായിരുന്നു അവർക്ക്. ചിലപ്പോൾ സ്പീക്കർ ഇടപെടും, MLA-മാർ എങ്ങനെ പത്രക്കാരുമായിട്ട് ഇടപെടുന്നത്. പക്ഷേ ഒരുപാട് സമയത്തും പ്രത്യേകിച്ച് ചുമ്മാർ സാറിൻ്റെ അടുത്ത് തട്ടി വിളിക്കാനുള്ള സ്പേസ് ഉണ്ടല്ലോ. അതെ, ചിലപ്പോൾ വന്നെങ്കിൽ തൊള്ള തട്ടിയിട്ട് വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഞാൻ വളരെ സാന്ദർഭികമായിട്ട് എൻ്റെ ഒരു രസകരമായ കാര്യം പറയാം. ഏറ്റവും വളരെ വളരെ പിന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് പാമലീൻ കേസ്. പാമലീൻ കേസിൽ അതിന് വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് ഈ പാമലീൻ ഫയല് സെക്രട്ടറി അസംബ്ലിയുടെ മുന്നിൽ വെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അന്നത്തെ മന്ത്രി
പാമലിൻ കേസിൻ്റെ കഥയൊക്കെ പിന്നീട് പറയാം. ഞാൻ ഈ ഒരു സാന്ദർഭികമായിട്ട് ഈ ഒരു സംഭവം മാത്രം പറയുകയാണ്. ഈ ഫയൽ അസംബ്ലിയിൽ വെക്കുന്ന ദിവസം പിന്നെ അത് സംബന്ധിച്ച് വലിയ ചർച്ചയും വാദപ്രതിവാദവും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ട് ഫയൽ മേശപ്പുറത്ത് വെക്കുന്നു. അപ്പോൾ ഈ വെച്ച് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുന്നതിലേക്ക് ബാലകൃഷ്ണപിള്ള ഇറങ്ങുന്ന സമയത്ത്, അതായത് അസംബ്ലിയിലല്ല, പ്രസംഗത്തിനിടയിലും അല്ല, പുള്ളിക്ക് പ്രസംഗത്തിൽ പറയാൻ പറ്റാഞ്ഞുകൊണ്ടോ എന്തുകൊണ്ടോ പുള്ളി ഇങ്ങോട്ട് ഇറങ്ങുന്ന വഴിക്ക് പുള്ളി പറയാണ്, ഇത് ഞങ്ങളുടെ കൈ വെക്കാനായിട്ട് മുസ്തഫയെ മാത്രമേ ഉള്ളൂ, വേണം അങ്ങനെ കൂടെ പിടിച്ച് ടേബിളിൽ വെച്ചേക്കാമെന്ന് പുള്ളി പറയുന്നു. ഇത് ചുമ്മാർ സാറ് ഇത് പുള്ളിയുടെ കോളത്തിൽ എഴുതി. ഞങ്ങൾക്കിനി ഇറങ്ങിപ്പോകുന്ന വഴിക്ക് ബാലകൃഷ്ണപിള്ള പറയുന്നു, ഞങ്ങൾക്കിനി വെക്കാൻ മുസ്തഫ മാത്രമേ ഉള്ളൂ, പുള്ളിയൊക്കെ വേണം ടേബിൾ വെച്ചേക്കാമെന്ന് പറയുന്നു. അന്ന് തലക്കെട്ട് വന്ന ഇതാണ്, ഇനി ടേബിളിൽ വെക്കാൻ മുസ്തഫ ബാക്കി. അത്രയും അടുത്തിരുന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം വന്നെന്ന് ഞാൻ പറയുക. ഇന്ന് പത്രക്കാരിരിക്കുന്ന ഒരു നിലയിൽ, MLA മാരിരിക്കുന്ന വേറെ നിലയിൽ, ഉദ്യോഗസ്ഥന്മാരിരിക്കുന്ന വേറെ നിലയിൽ. അത് കാരണം ആ ഒരു ഇൻട്രാക്ഷൻ ഇല്ല. മാത്രമല്ല മാധ്യമപ്രവർത്തകരുടെ എണ്ണവും വളരെ കൂടി, അതും ഒരു കാരണമാണ്. പിന്നെ അന്നത്തെ കാലത്ത് വലിയൊരു വാർത്തയുടെ സോഴ്സായിരുന്നു പിന്നെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, പോലീസിൻ്റെ മറ്റ് വിജിലൻസ് ഓഫീസ്. അഴിമതി കമ്മീഷൻ വന്ന ശേഷം അഴിമതി കമ്മീഷൻ്റെ ഓഫീസ്. കരിക്കമ്പില്ല ദമ്പതി വധക്കേസ് ഉണ്ടാകുന്ന 1980-81 കാലത്ത് ഞാൻ നേരെ ഈ കൊലപാതകം നടന്ന വീട്ടിൽ അവിടെ ചെന്നു. എൻ്റെ ഓർമ്മ വിക്ടർ ജോർജ് ആയിരുന്നു ഫോട്ടോഗ്രാഫർ. പേടിയുണ്ട്. പക്ഷേ